ബൈബിൾ പഠന മാർഗനിർദ്ദേശങ്ങൾ ഭാഗം 9. സ്നേഹവന്ദനങ്ങൾ പ്രിയരെ, കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ദൈവവചനം പഠിക്കുന്നതിന്റെ പ്രാധാന്യതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ലളിതമായി എങ്ങനെ ദൈവവചനം പഠിക്കാം എന്നതിനെക്കുറിച്ച് നാം ആദ്യം ചിന്തിക്കുകയുണ്ടായി. പിന്നീട് നാം ഒരുമിച്ച് ചിന്തിച്ചത് എങ്ങനെ അർത്ഥവത്തായ ഒരു ധ്യാന സമയം സാധ്യമാകുന്നു, അതിന്റെ പ്രാധാന്യതയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ അത് അർത്ഥവത്താക്കി നമുക്ക് എടുക്കാം എന്നാണ് ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നാം ഇത്രയും ദിവസം ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ ദൈവവചനം പഠിക്കുവാനുള്ള ഒരു ആഗ്രഹം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ താങ്കൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ധ്യാന സമയം സാധ്യമാകൂ. അർത്ഥവത്തായ ഒരു ധ്യാന സമയം ഇല്ലാത്ത ഒരു വ്യക്തി ആത്മീക ജീവിതത്തിൽ ശുഷ്കിച്ചും മുരടിച്ചും ഇരിക്കുന്ന വ്യക്തിയായിരിക്കും. ജീവനില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. കുടുംബത്തിൽ സന്തോഷമുണ്ടായിരിക്കില്ല, വ്യക്തിജീവിതത്തിൽ സമാധാനമുണ്ടായിരിക്കില്ല, ജീവിതത്തിൽ ഒരു ദൃഢതയും ഉറപ്പും ഉണ്ടായിരിക്കില്ല. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കും, പക്ഷേ പരാജയമായിരിക്കും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അർത്ഥവത്തായ ഒരു ധ്യാന സമയം ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ ദിവസവും, വല്ലപ്പോഴുമല്ല, ആഴ്ചയിലൊരിക്കലല്ല, പ്രതിദിനം. ഇത് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചില പ്രായോഗിക കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുകയാണ്. ഒന്നാമതായി, അർത്ഥവത്തായ ഒരു ധ്യാന സമയം നാം ആരംഭിക്കുന്നത് ശരിയായ മനോഭാവത്തോടെ വേണം. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ വളരെ ലളിതമായിപ്പോയി എന്ന് ചിന്തിച്ച് നിങ്ങൾ തള്ളിക്കളയരുത്. അനേകർക്കും തങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകാത്തതിന്റെ പ്രധാന കാരണം മനോഭാവം തെറ്റിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ശരിയായ മനോഭാവം എന്നതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കിയത്? ഒന്ന്, ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരിക്കണം. നാം ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇരിക്കുമ്പോൾ എന്താണ് നമുക്ക് പ്രതീക്ഷയുള്ളത്? അനേകരുടെയും പ്രതീക്ഷ ഇന്ന് പകലിൽ അപകടമൊന്നും ഉണ്ടാകരുത്, എല്ലായിടത്തും അനുഗ്രഹമായിരിക്കണം, ഇത്ര മാത്രമേ നാം പ്രതീക്ഷിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നാം ചെലവഴിക്കുന്ന സമയം ഒരു ചടങ്ങായി മാത്രമേ തീരുന്നുള്ളൂ. പലർക്കും അന്ന് വായിച്ച ഭാഗം ഏതാകുന്നു എന്ന് പിന്നീട് ചോദിച്ചാൽ ഓർക്കുവാൻ പോലും സാധിക്കാത്ത ഗൗരവമേ ഉള്ളൂ. അത് പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ്. പ്രതീക്ഷ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്താണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്? ദൈവമേ, നീ എന്നോട് സംസാരിക്കണമേ, അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ ഇന്ന 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 പ്രശ്നങ്ങൾക്ക് ഞാൻ ഒരു പരിഹാരം പ്രതീക്ഷിക്കുന്നു. എന്റെ സ്വന്തം ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട അനേക കാര്യങ്ങളുണ്ട്. അതിലൊരു വ്യതിയാനമുണ്ടാകുവാൻ, ക്രമീകരിക്കപ്പെടൽ ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷ മാത്രമല്ല, ശരിയായ മനോഭാവം എന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഭയഭക്തി നമുക്കുണ്ടായിരിക്കണം, ദൈവത്തോടുള്ള ബഹുമാനം. ഞാൻ ഈ കാര്യം വളരെ താഴ്മയോടെ പറയട്ടെ. അനേകരും യാതൊരു ഭയഭക്തിയുമില്ലാതെയാണ് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊന്നും ലഭിക്കുന്നില്ല. ഒരു പന്തുകളി കാണാൻ പോകുന്ന മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ ഒരിക്കലും നാം ഒരുങ്ങരുത്. അതുമാത്രമല്ല, നാം പൂർണ്ണ ജാഗ്രതയോടെ വേണം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ. ശരിയായ മനോഭാവം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത് അതാണ്. ജാഗ്രത, പ്രതീക്ഷ, ഭയഭക്തി, ജാഗ്രത എന്ന് പറഞ്ഞാൽ പകുതി ഉറക്കത്തിലാകരുതെന്ന്. അനേകരും പകുതി ഉറക്കത്തിലാണ് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ വരുന്നത്. ഇത് ആരുടെയോ നിർബന്ധം കൊണ്ടാകുന്നു എന്നതുപോലെയാണ്. അവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറയാം, സമയം അവിടെ പാഴാക്കുക തന്നെയാണ്. പകുതി ഉറക്കത്തിലരുത്. നാം ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണുവാനായി പോകുന്നു എങ്കിൽ എത്രമാത്രം തയ്യാറെടുപ്പോടെയായിരിക്കും നാം പോകുന്നത്, ഇല്ലേ? എത്രമാത്രം ജാഗ്രതയിലായിരിക്കും നാം ആയിരിക്കുന്നത്. അതുപോലെ നാം അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ എത്രമാത്രം ജാഗ്രതയോടെ ആയിരിക്കണം.
അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയാറുള്ളത്, ഒരു യഥാർത്ഥ ധ്യാന സമയം അർത്ഥവത്തായി ചെലവഴിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അത് തലേ ദിവസം തന്നെ തയ്യാറായിരിക്കും. നിങ്ങൾ വായിക്കുവാനുള്ള ഭാഗം എടുത്തു വെക്കുക, ബൈബിൾ എടുത്തു വെക്കുക. നിങ്ങൾ എവിടെ ഇരുന്നാണ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ പോകുന്നത് ആ സ്ഥലം ക്രമീകരിക്കുക. താഴെ പായിട്ടിരിക്കുവാനാകുന്നു നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ആ പായും കാര്യങ്ങളും ഒക്കെ ക്രമീകരിക്കുക. ജാഗ്രതയോടിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ അതിപ്രധാനപ്പെട്ട ഒരു വ്യക്തി വരുന്നുവെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഒരുക്കം അതിനു മുൻപ് ചെയ്യും? അതിനേക്കാൾ കൂടുതൽ ഇവിടെ ചെയ്യണ്ടായോ? വളരെ ജാഗ്രതയോടെ. മാത്രമല്ല, നിങ്ങൾ അനുസരിക്കുവാൻ തയ്യാറായി വേണം ദൈവസന്നിധിയിൽ ചെന്നിരിക്കുവാൻ. പലരും അടഞ്ഞ ഒരു മനസ്സുമായിട്ടാണ് പോകുന്നത്. അനുസരിക്കുവാൻ തയ്യാറാണോ? ദൈവമേ, എനിക്ക് പ്രയോജനമുള്ള കുറെ വാഗ്ദത്തങ്ങൾ തന്നാൽ ഇന്ന് മുഴുവൻ അതും ഉരുവിട്ടുകൊണ്ട് ഞാൻ നടന്നുകൊള്ളാം എന്ന ചിന്തയിലാണ് പലരും പോകുന്നത്. കർത്താവെ, നീ എന്നോട് എന്ത് ആവശ്യപ്പെട്ടാലും അത് ചെയ്യാൻ ഞാൻ തയ്യാറാകുന്നു എന്നുള്ള മനോഭാവത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ ശാന്തസമയത്തിനു വേണ്ടി, ധ്യാന സമയത്തിനു വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അതാണ് ശരിയായ മനോഭാവം, ഇല്ലേ? മുൻവിധിയോടുകൂടെ പോകരുത്. പലരും മുൻവിധിയോടുകൂടിയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും എനിക്ക് സൗകര്യമുള്ളതൊക്കെ ചെയ്യും, അല്ലാത്ത കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ടാവില്ല എന്നുള്ള മനോഭാവം പാടില്ല. ഒന്ന്, ശരിയായ മനോഭാവത്തോടെ ആരംഭിക്കുന്ന ഒരു വ്യക്തിക്ക് അർത്ഥവത്തായ ഒരു ധ്യാന സമയം ചെയ്യുവാൻ സാധിക്കും. മാത്രമല്ല, രണ്ടാമതായി നാം ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുക്കണം. ഞാൻ ഈ പറയുന്നത് വളരെ പ്രായോഗികമാകുന്നു എന്നുള്ളത് എനിക്കറിയാം. ഒരു പ്രത്യേക സമയം നാം തിരഞ്ഞെടുക്കണം. ഞാൻ പറയട്ടെ, ഏറ്റവും നല്ല സമയം. ഇത് അനേകർക്കും ഇതുവരെ ഗ്രഹിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എല്ലാറ്റിനും മാറ്റിവെച്ചതിന് ശേഷം നാം അല്പസമയം മാറ്റിവെച്ചാൽ അത് ഒരിക്കലും പ്രയോജനം ചെയ്യില്ല. അനേകർക്കും നല്ല സമയം എന്നതുകൊണ്ട് പ്രഭാതമാകുന്നു ഉദ്ദേശിക്കുന്നത്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ സമയം. ഞാൻ പറയട്ടെ, തിരുവചനത്തിലുള്ള അനേക ഉന്നതരായിട്ടുള്ള വ്യക്തികളും തങ്ങളുടെ ധ്യാന സമയം, ദൈവവുമായുള്ള സംസർഗത്തിനു വേണ്ടിയിട്ട് അവർ സമയമെടുത്തിരുന്നത് പ്രഭാതത്തിലാണ്. അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിന്റെ 27 വാക്യത്തിൽ. ഇയ്യോബിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കുന്നതായി നാം കാണുന്നു. മോശയുടെ ജീവിതത്തിലും അത് തന്നെയാണ്. പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിന്റെ 4 വാക്യം. ഹന്നായും അവളുടെ ഭർത്താവ് എൽക്കാനായും പ്രഭാതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നതായി 1 ശമൂവേൽ 1:19 നാം വായിക്കുന്നു. ദാവീദ് സങ്കീർത്തനങ്ങൾ 5:3, 57:7, 8 വാക്യങ്ങളിലൊക്കെ കാണുന്നത് അതികാലത്തെ താൻ ഉണരുന്നതും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതുമാണ്. ഇത് ഒരു സമയത്ത് മാത്രമല്ല, 2 സമയത്താകാം, രാവിലെയും വൈകുന്നേരവുമാകാം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായി ദൈവസന്നിധിയിൽ നാം ചെലവഴിക്കുന്ന സമയം. ദാവീദും ദാനിയേലും ദിവസം 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ധൃതി പിടിച്ച വ്യക്തികൾ. ദാനിയേൽ എത്ര ഉന്നതമായ ഒരു ഉത്തരവാദിത്വത്തിലായിരുന്ന വ്യക്തിയാണ്. എന്നാൽ ആ തിരക്ക് പിടിച്ച ജീവിതത്തിലും താൻ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ കണ്ടിരുന്നു. നല്ല സമയം ഏതെന്ന് നിങ്ങൾക്ക് അറിയാം. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഒരു ദൈവദാസൻ പറഞ്ഞത്, താൻ ലോകത്തിലെ ഏതെങ്കിലും ശബ്ദം കേൾക്കുന്നതിനു മുൻപ് ആദ്യം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവശബ്ദമാകുന്നു എന്നാണ്. വേറൊരാൾ പറഞ്ഞത്, താൻ ലോകത്തിലെ മറ്റെന്തെങ്കിലും കാണുന്നതിനു മുൻപ്, എന്തെങ്കിലും വായിക്കുന്നതിനു മുൻപ് ദൈവവചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. നല്ല പരിചയങ്ങളാണ്. അതിനെ നമുക്ക് ഒരു വിധത്തിലും വിമർശിക്കുവാൻ സാധിക്കില്ല. പ്രഭാതത്തിൽ ചെലവഴിക്കുന്ന സമയമാണ് ഏറ്റവും നല്ല സമയം എന്ന് ഞാൻ പറഞ്ഞാൽ അത് എന്റെ ജീവിതത്തിലെ അനുഭവം കൂടിയാണ്. എത്ര സമയമാകുന്നു നാം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായി ഒരു മറുപടി പറയുവാനില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം,
തുടങ്ങുമ്പോൾ തന്നെ 2 മണിക്കൂർ അങ്ങ് ചെലവഴിക്കാമെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുവാൻ പോകുന്നില്ല. 15 മിനിറ്റ്, 30 മിനിറ്റിൽ നിങ്ങൾ ആരംഭിക്കുക. അത് 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് കൊണ്ടുപോകുവാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. 1 മണിക്കൂർ പ്രഭാതത്തിൽ ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും സമയമെടുക്കുക. നല്ല സമയം, ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുക്കുക. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു നീണ്ട സമയം ആരംഭത്തിൽ തന്നെ തുടങ്ങരുത്. എന്നാൽ 15 മിനിറ്റ്, 30 മിനിറ്റ് ആരംഭിക്കുക. അത് അല്പാൽപ്പം കൂട്ടിക്കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. 1 മണിക്കൂർ അതിനു വേണ്ടിയിട്ട് ചെയ്യുവാൻ സാധിച്ചാൽ ആ സമയം അങ്ങനെ വേർതിരിക്കുവാൻ നല്ലതാണ്. പിന്നെ നിങ്ങൾ എത്ര സമയം ഇരുന്നാലും നിങ്ങളുടെ വാച്ച് നോക്കുവാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് ധൃതി പിടിച്ച മറ്റനേക കാര്യങ്ങൾ കാണും. പലപ്പോഴും നാം ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് വാച്ച് നോക്കരുത്. വാച്ച് അങ്ങ് മാറ്റിവെക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുകയും ആസ്വദിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്പസമയം കൂടുതലായി പോയാലും അന്നൊരു ദിവസം അവധിയെടുക്കേണ്ടി വന്നാലും സാരമില്ല, അത്രയും സമയം ആയിക്കൊള്ളട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമാകും. എത്ര സമയം ചെലവഴിച്ചു എന്നുള്ളതല്ല, ചെലവഴിച്ച സമയം എപ്രകാരം ചെലവഴിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ചില വ്യക്തികളെ എനിക്കറിയാം, അവർ 1 മണിക്കൂർ ധ്യാന സമയമായി മാറ്റിവെക്കും. അതിൽ 55 മിനിറ്റും ഇരുന്നുറക്കമായിരിക്കും. ചിലർ മുട്ടേൽ കിടന്നുറങ്ങുന്നത് കാണുവാൻ സാധിക്കും. അതല്ല നാം ഇവിടെ ആഗ്രഹിക്കുന്നത്. ചെലവഴിക്കുന്ന സമയം അർത്ഥവത്തായി, ആഴമായി ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള സമയമാകട്ടെ. ഞാൻ പറഞ്ഞു, ഒന്നാമതായി ശരിയായ മനോഭാവത്തോടെ ആരംഭിക്കുക. രണ്ടാമതായി ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനോഭാവം വളരെ പ്രധാനപ്പെട്ടത്, സമയം വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങൾക്ക് രാവിലെയാണ് നല്ലതെങ്കിൽ രാവിലെ, വൈകുന്നേരത്താകുന്നു നല്ലതെങ്കിൽ വൈകുന്നേരത്ത്, ഏത് സമയമാകുന്നു നല്ലതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ. വേറൊന്ന്, ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥിരമായി ഒരു സ്ഥലമുള്ളത് വളരെ നല്ലതാണ്. ഞങ്ങളെപ്പോലെ യാത്ര ചെയ്യുന്നവർക്ക് അത് പലപ്പോഴും പ്രയാസമാകുന്നു. എന്നാൽ തന്നെ നിങ്ങൾ സ്ഥിരമായി ഒരു സ്ഥലമാകുന്നു തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് വളരെയേറെ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ആ സ്ഥലം നിങ്ങൾ അല്പം ശബ്ദത്തിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന സ്ഥലമാകുന്നുവെങ്കിൽ വളരെ നല്ലതാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നാം പ്രാർത്ഥിക്കുന്നത് വെറും മനസ്സിൽ ഇരുന്നുള്ള പ്രാർത്ഥന മാത്രമല്ല, അത് നമുക്ക് തന്നെ കേൾക്കുവാൻ സാധിക്കുന്ന ശബ്ദത്തിൽ. അത്യുച്ചത്തിൽ അട്ടഹസിക്കണമെന്നല്ല ഞാൻ ആഗ്രഹിച്ചത്. നമുക്ക് തന്നെ കേൾക്കുവാൻ സാധിക്കുന്ന ശബ്ദത്തിൽ ദൈവവചനം വായിക്കുകയും അതുപോലെ നാം പ്രാർത്ഥിക്കുകയും ചെയ്താൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല, നാം തിരഞ്ഞെടുക്കുന്ന സ്ഥലം വായിക്കുവാൻ തക്ക വെളിച്ചമുള്ള സ്ഥലമായിരിക്കണം. നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിടക്കുന്ന കട്ടിലായിരിക്കരുത് കേട്ടോ. അനേകർക്കും പറ്റുന്നൊരു വലിയ പരാജയം എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കട്ടിലിരുന്ന് തന്നെ ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയമെടുക്കും. ഫലമോ ഒടുവിൽ അവിടെ തന്നെ കിടന്നുറങ്ങും. കട്ടിലാകരുത്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലം, ഒരു പ്രത്യേക സ്ഥലം. ഞാൻ പറയട്ടെ, ഏറ്റവും പാവനമായിട്ടുള്ള ഒരു സ്ഥലം. അനേക ദൈവമക്കൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ശാന്തസമയം അവർ ചെലവഴിച്ചത്, ധ്യാന സമയം. ഇനിയും വേറൊരു കാര്യം കൂടി നാം ഓർക്കണം. വളരെ ലളിതവും സ്വാഭാവികവുമായ ഒരു പദ്ധതിയെ നാം അനുകരിക്കണം. അത് ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിയുണ്ടായി. അത് നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നോക്കാം. ലളിതവും സ്വാഭാവികവുമായ ഒരു പദ്ധതി. നമുക്ക് അനുകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളത് ആരംഭിച്ചാൽ നാം ആരംഭത്തിൽ തന്നെ അത് അവിടെ ഇട്ടിട്ട് പോകും. അതുകൊണ്ട് വളരെ ലളിതവും സ്വാഭാവികവുമായ ഒരു പദ്ധതി. അപ്പോൾ ധ്യാന സമയത്തിനായി നാം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത്, സമയത്ത് നാം ആയിരിക്കുമ്പോൾ എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം? ഒന്ന്, നമുക്കൊരു ബൈബിൾ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വായിക്കുവാൻ സഹായകമായ ബൈബിൾ. 2, ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം.
നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുവാൻ. ചില വ്യക്തികൾ അവരുടെ ഡയറിയാണ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വളരെ നല്ലത്. ഒരു നോട്ട്ബുക്ക്, എഴുതുവാനായിട്ടുള്ള പുസ്തകമുണ്ടായിരിക്കണം. മൂന്നാമതായി ഒരു പാഠപുസ്തകമുണ്ടായിരിക്കണം. ഇത് വളരെയേറെ പ്രയോജനം ചെയ്യും. എന്റെ ജീവിതത്തിൽ എന്നെ വളരെയേറെ സഹായിച്ചിട്ടുള്ള ഒരു വിഷയമാണ് പാഠപുസ്തകം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആരാധനയ്ക്കുള്ള സമയം ഒരു പാട്ടിന്റെ വരികൾ പാടുന്നത് പ്രയോജനം ചെയ്യുമെങ്കിൽ അങ്ങനെയാകാം. ഒരു പ്രശ്നവുമില്ല. ലളിതവും സ്വാഭാവികവുമായ ഒരു പദ്ധതി നിങ്ങൾ അനുകരിക്കണം. ഇതിലുപരി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു ബൈബിൾ നിഘണ്ടു ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും പദം, അതിന്റെ അർത്ഥം പരിശോധിക്കുവാനായി അത് നിങ്ങളെ സഹായിക്കും. ഏതെങ്കിലും വ്യാഖ്യാന പുസ്തകം ലഭ്യമാകുന്നുവെങ്കിൽ അതും കൂടി കയ്യിലിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ അതും വായിച്ച് സമയം കളയരുത്. വായിക്കുവാൻ ഉപയോഗിക്കേണ്ടത് ദൈവവചനം. എന്നാൽ ഏതെങ്കിലും ഭാഗം മനസ്സിലാകാതെ വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കുവാൻ മാത്രം അത് സൂക്ഷിക്കുക. ഇനിയും നാം നേരത്തെ ചിന്തിച്ച 7 കാര്യങ്ങൾ ചെയ്യുക. ഓർക്കുന്നുണ്ടല്ലോ, ആ 7 കാര്യങ്ങൾ ഇതിനോടകം പലരും ചെയ്യുവാൻ ആരംഭിച്ചു എന്നെനിക്കറിയാം. എന്നാൽ അതിന്റെ ചില തയ്യാറെടുപ്പുകളാകുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് ശരിയായ മനോഭാവത്തോടെ ആരംഭിക്കണം. ഒരു പ്രത്യേക സമയം നാം അതിനുവേണ്ടി തിരഞ്ഞെടുക്കണം. ഒരു പ്രത്യേക സ്ഥലം നാം അതിനുവേണ്ടി തിരഞ്ഞെടുക്കണം. വളരെ തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമാണ്. എന്നിട്ട് നാം പ്രാർത്ഥനയോടെ ആരംഭിക്കുക. ധ്യാന സമയം ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെ ആയിരിക്കണം. ശരിയായ മനോഭാവം നാം ഉണ്ടാക്കിയെടുക്കുവാൻ സഹായകരമായിട്ടുള്ള ഒരു പ്രാർത്ഥന തന്നെ. പിന്നീട് ഞാൻ പറഞ്ഞു, ദൈവവചനം വായിക്കണം. നാം സാവധാനത്തിൽ വായിക്കുക. മാത്രമല്ല, ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുക. നിർത്താതെ വായിക്കുക. നേരത്തെ ഞാൻ ഓർപ്പിച്ചുള്ള അല്പം ശബ്ദമുയർത്തി നമുക്ക് തന്നെ കേൾക്കാവുന്ന ശബ്ദത്തിൽ വായിക്കുക. എത്ര മനോഹരമായിരിക്കും. ദൈവവചനം വായിക്കുക, ദൈവവചനം പഠിക്കുക. ഏതെങ്കിലും മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അത് നാം നേരത്തെ ചിന്തിച്ചതുപോലെ നിഘണ്ടുവിലോ വ്യാഖ്യാന പുസ്തകത്തിലോ നോക്കി പഠിക്കുവാനായിട്ട് അല്പസമയം എടുക്കുക. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ധ്യാനിക്കുക, അയവിറക്കുക. കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നാം വായിച്ച കാര്യങ്ങൾ എന്തെന്ന് ചിന്തിക്കുക, അയവിറക്കുക. മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്നത് വായിക്കുക. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, അനുസരിക്കുക. ദൈവം താങ്കളോട് പറയുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ അനേക കാര്യങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടുണ്ട്. എന്നാൽ ഇന്നലെ സംസാരിച്ച കാര്യം എന്താണെന്ന് നാം ഇന്നലെ തന്നെ മറന്നുപോയി. ഓർക്കുന്നുണ്ടോ എന്താണെന്ന്? നാം അത് എഴുതിയിടുവാൻ മറക്കരുത്. എപ്പോഴും ഒരു നോട്ട്ബുക്കോ ഒരു ഡയറിയോ നമ്മുടെ കൈവശം സൂക്ഷിച്ച് ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ എഴുതിയിടുന്നുവെങ്കിൽ അത് ഏറ്റവും പ്രയോജനം ചെയ്യും. വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെ, ദൈവവചനം നാം പഠിക്കുക. ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായിട്ടാണ്, ആഹാരമായിട്ടാണ്, വെളിച്ചമായിട്ടാണ്, വെള്ളമായിട്ടാണ്, വാളായിട്ടാണ്. നമ്മെ ശുദ്ധീകരിക്കുവാൻ സാധിക്കുന്ന ദൈവത്തിന്റെ വചനം, അത് നാം പഠിക്കുക. ലളിതമായ ഒരു മാർഗമാകുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങളിത് അനുവർത്തിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ധ്യാന സമയം നമുക്ക് ചെലവഴിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. ദൈവത്തെ ആരാധിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ സമയമെടുക്കണം. ആദ്യം പലപ്പോഴും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു തീർന്നു. ഈ ധ്യാന സമയത്തിൽ നാം വളരെ ചിട്ടയോടുകൂടെ പ്രാർത്ഥിക്കണം. എന്തെങ്കിലുമൊക്കെ വായിൽ വരുന്നത് വിളിച്ചു പറഞ്ഞ് നാം അർത്ഥമാക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉരുവിട്ട് അവസാനിപ്പിക്കരുത്. പിന്നെയോ ദൈവത്തെ ആരാധിക്കുവാൻ, അവന്റെ നാമത്തെ ഉയർത്തുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ ആദ്യം സമയമെടുക്കണം. പിന്നീട് നാം ദൈവവചനത്തിൽ നിന്നും വായിച്ചു മനസ്സിലാക്കിയ ഏതെങ്കിലും പാപം ഏറ്റുപറയേണ്ടതായിട്ടുണ്ടെങ്കിൽ, അനുതപിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് നാം അനുതപിക്കണം, ഉപേക്ഷിക്കണം. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങളെ, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഭാരമായി തോന്നുന്ന
നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വളരെയധികം താല്പര്യം തോന്നുന്ന വിഷയങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കാം. നാം അതും ഒരു ചടങ്ങായി എങ്ങനെയെങ്കിലും ചെയ്തെടുക്കുവാനായിട്ട് ഒരുമ്പെടരുത്. നമ്മുടെ ഹൃദയത്തിലെ ഭാരം അത് ദൈവത്തോട് അറിയിക്കുക. എന്നിട്ട് പ്രാർത്ഥനയിൽ ഒടുവിലായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് നീ എന്നോട് സംസാരിച്ച വിഷയങ്ങളെ അതുപോലെ അനുസരിക്കുവാനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥന നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ധ്യാന സമയം, ശാന്തസമയം, അത് വല്ലപ്പോഴുമല്ല, പ്രതിദിനം, എല്ലാ ദിവസവും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്? ദൈവവുമായുള്ള സംസർഗത്തിന് എത്രമാത്രം വില താങ്കൾ നൽകിയിട്ടുണ്ട്? അതിന് സ്വന്തം ജീവിതത്തിൽ വില നൽകുവാൻ താങ്കൾ ആരംഭിക്കുമ്പോൾ താങ്കളുടെ ജീവിതം അനുഗ്രഹപ്രദമാകും, താങ്കളുടെ കുടുംബം അനുഗ്രഹപ്രദമാകും, സന്തോഷമുള്ളതാകും, താങ്കളുടെ സമൂഹം താങ്കളാൽ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. ഇതിൽ കൂടുതൽ എന്താണ് ഈ ആയുസ്സിൽ നമുക്ക് നേടുവാൻ സാധിക്കുന്നത്? പലപ്പോഴും നാം ശുഷ്കിച്ചും പരാജയപ്പെട്ടും നിരാശപ്പെട്ടും ഒക്കെ ഇരിക്കുന്നതിന്റെ കാരണം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ നമുക്കില്ലാത്തതുകൊണ്ടല്ലേ? തിരക്ക് പിടിച്ച് ജീവിതം എങ്ങനെയെങ്കിലും വിജയപ്രദമാക്കുവാൻ നാം ഓടുകയാണ്. എന്നാൽ അതെങ്ങനെ വിജയപ്രദമാകും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും നമുക്ക് സമയമില്ല. പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന സമയം താങ്കളെ അനുഗ്രഹിക്കുവാൻ മതിയായതായിട്ടുള്ളതാണ്. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ. ജീവസന്ദേശം, 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 ജീവസന്ദേശം.